ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവറുകളെ, ആദരണീയരായ അധ്യക്ഷരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ ലോകത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിന് പോലും കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നമുക്ക് എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വജീവികളെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ലൗലാ കലിമാ ഖലഖതൽ അഖ്ലാഖ്, നബിയേ അങ്ങില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ പോലും ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു. മഹ്ശറാവൻ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർപ്പിൽ കുളിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് രക്ഷകനായി എത്തുന്നത് എന്നാണ് നമ്മളെ ഓരോരുത്തരെയും ആവേശഭരിതമാക്കുന്നത്. അറേബ്യയുടെ മണലാരുണ്യത്തിൽ കത്തുന്ന ഭീഷണിക്കു മധ്യേ അല്ലാഹുവിനെ സർവ്വം സമർപ്പിച്ച് നബിയോളം സ്നേഹിക്കുവാൻ അർഹനായ മറ്റാരാണ് ഈ ലോകത്തുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിമാർ സ്നേഹിച്ചതിന് അതിരില്ലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവരുടെ ശരീരം കഷ്ണം കഷ്ണമായി മുറിഞ്ഞാലും അവർക്ക് അതൊരു പ്രശ്നവുമില്ലായിരുന്നു. ബദറിന്റെ രണാകളത്തിൽ അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ ചരിത്രത്തിന്റെ അങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നബിയെ, അങ്ങ് ഞങ്ങളോട് ആർത്തുലക്കുന്ന കടലിലേക്കാണ് ചാടാൻ ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് സ്വഹാബിമാർ അനുഭവിച്ച ദുഃഖം വേദനാജനകമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ നാം എങ്ങനെയാണ് ജീവിക്കുക? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ജനങ്ങളെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നമ്മളിൽ നിന്ന് ഒരാൾ മുഅ്മിനാവുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ ഉമ്മയും ഉപ്പയും കുറിച്ചാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്.
ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സമാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേളയിൽ മുത്തുനബിയെ പറ്റിയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ് ഇസ്ലാം എന്ന സുപ്രധാന സമകാലിക സബ്ജക്റ്റിനെ സംബന്ധിച്ചും സ്വല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. മനുഷ്യരുടെ ഇഹപര വിജയത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച നിയമവ്യവസ്ഥകളാണ് വിശുദ്ധ ഇസ്ലാം. സൃഷ്ടാവായ അള്ളാഹുവിനെയും അവന്റെ മതമായ വിശുദ്ധ ഇസ്ലാമിനെയും മനുഷ്യരിലേക്ക് പ്രബോധനം ചെയ്യാൻ അള്ളാഹു പറഞ്ഞയച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ അവസാനത്തെ കണ്ണിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമരാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ ശ്രേഷ്ഠരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ വിശിഷ്ടരാണ് മുർസലുകൾ. ആ മുർസലിങ്ങളിൽ പരിശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. അവരിൽ ഉത്തമരാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഴുവൻ ലോകത്തിനും ഉത്തമ മാതൃകയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മണ്ണിനും പെണ്ണിനും കള്ളിനും വേണ്ടി പോരടിച്ചിരുന്ന ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം. അനീതിയും അക്രമവും അരങ്ങുതകർത്ത സമൂഹത്തിലായിരുന്നിട്ടും ചെറുപ്രായം മുതൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ജീവിതത്തിനുടമയായിരുന്നു. അരാജകത്വത്തിൽ അഭിരമിച്ച അറബ് സമൂഹത്തെ ഇരുട്ടിൽ നിന്നകറ്റി ദുസ്വഭാവത്തെയും ജാഹിലിയ്യ സംസ്കാരത്തെയും തുടച്ചു നീക്കി അഖില ലോക നേതാക്കൾക്കും വിനയത്തിന്റെ കിടാവിളക്കുകളാക്കി മാറ്റി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കള്ളും പെണ്ണും പലിശയും ജൂതാട്ടവും ജീവിതമുദ്രയാക്കി എന്തിനേറെ പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു വിഭാഗത്തെ എന്റെ അനുജനന്മാർ, എന്റെ സഹാബിമാർ നക്ഷത്ര സമന്മാരാണ്. അവരിൽ നിങ്ങൾ ആരെ തുടർന്നാലും നിങ്ങൾ സന്മാർഗികളാകും എന്ന ഉന്നത പദവിയിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചു. വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനർബിയേക്കാളോ സ്ഥാനമില്ലെന്നും മറിച്ച് ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവനേക്കാണ് സ്ഥാനമെന്നും പ്രഖ്യാപിച്ച് കാരുണ്യത്തിന്റെ വചനമോദി വിമോചനത്തിന്റെ പാത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരങ്ങളെ, ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമായിട്ടാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പോലെ സമാധാനം പഠിപ്പിച്ചതെന്ന മറ്റേത് മതമാണ് ലോകത്തുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം വ്യക്തമാക്കി ഖുർആൻ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കരിക്കുന്നതായി അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ആ കാരുണ്യ ദൂതരുടെ മനസ്സലിഞ്ഞു. ഉറുമ്പിൻ കൂട്ടത്തെ കരിക്കുന്നത് തടയുന്നതോടൊപ്പം ജീവികളെ കരിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. അനുയായികളിൽ ഒരാൾ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചപ്പോൾ വട്ടമിട്ട് പറക്കുന്ന തള്ളപ്പക്ഷിയുടെ വിഷമം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടത്തിലായി. ഉടനെ തന്നെ ആ പക്ഷിക്കുഞ്ഞിനെ വിട്ടയക്കാൻ ആജ്ഞാപിച്ചു. സഹോദരങ്ങളെ, എന്നാൽ തികച്ചും ദുഃഖകരമെന്ന് പറയട്ടെ, സമാധാനത്തെ മാത്രം നെഞ്ചിലേറ്റി ഇസ്ലാമിന്റെ മേൽ കുതിര കയറാനും അതിനെ ചളിവാരി എറിയാനും കരിവാരിത്തേക്കാനും തീവ്രവാദം, വർഗീയവാദം തുടങ്ങിയ ആരോപണങ്ങൾ കൊണ്ട് ഒരു കൂട്ടം ശത്രുക്കൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു സഹോദരനോടുള്ള പകയും വിദ്വേഷവും അദ്ദേഹത്തിനോടുള്ള നീതി നിഷേധത്തിന് കാരണമാവരുത് എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീതിമാനായി ഗാന്ധിജി പോലും വിശേഷിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വക്താക്കളാകാൻ സാധിക്കുന്നത്? അനിവാര്യമായ ഘട്ടത്തിൽ പോലും യുദ്ധം ചെയ്യുമ്പോൾ സ്ത്രീകളെ ആക്രമിക്കരുതെന്നും ഈന്തപ്പന പോലും വെട്ടി നശിപ്പിക്കരുതെന്നുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ ദംസകരുടെ നരനായാട്ടിൽ വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും മുമ്പിൽ മരവിച്ച് മരണത്തെ പൂമാല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഖുദ്സിന്റെ മക്കളെയാണ്. അവർ തന്നെ ചോദിക്കുന്നില്ലേ, എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ കൊല്ലുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നുമല്ല, മുസ്ലിമായ എന്ന ഒരൊറ്റ കാരണത്തിന് വേണ്ടി മാത്രം സ്വന്തം ജീവിതം ബലിയർപ്പിക്കപ്പെടുകയാണ്. യാഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും വക്താക്കൾ? നാം ചിന്തിക്കേണ്ടതുണ്ട്.
സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ പാശ്ചാത്യരും ഇസ്ലാമിക വിരുദ്ധചാരികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും അത് പായശ്രമങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇസ്ലാമിനെ വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ആളുകൾ കൂട്ടത്തോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. വിരോധികൾ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലും ആസാമിലും മറ്റുമായി ശത്രുക്കളുടെ ക്രൂരതകൾക്ക് ഇരയാകുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ശാന്തിയും സമാധാനവും നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആവസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ ളുഹർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു. കൃത്യം 2 മണിക്ക് മത്സരം പുനരാരംഭിക്കുന്നതാണ്.